അങ്ങനെ ഡേ 2 മൈസൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റ് ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് റൂം വെക്കേറ്റ് ചെയ്യാണ് ഡേ 2 ഇനിയുള്ള ട്രിപ്പൊക്കെ നമ്മൾ ബാഗെല്ലാം നമ്മുടെ വണ്ടിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ റൂമിൽ സ്റ്റേ ചെയ്തിട്ടുള്ളെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് ബായ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ലഗേജ് ആയിട്ട് പോവാണ് കേട്ടോ. നേരത്തെ ഒരു 6:30 ആകുമ്പോൾ തന്നെ നമ്മളടുത്ത് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ നോട്ടിട്ട് വെച്ചത് ടെമ്പിളാണ് കേട്ടോ, ഒരു ശിവക്ഷേത്രമാണ്. പോയി നോക്കുമ്പോൾ അവിടെ ക്ലോസ് ആണ്. 7 മണി ആയിട്ടുണ്ടായിരുന്നു ഈ നേരത്ത്. നമ്മുടെ അവിടെ 5-5:30 അമ്പലം തുറക്കുന്നതല്ലേ. ഇവിടെ പോകാനുള്ള നമ്മുടെ ബസ്സൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കയറുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് റീലൊക്കെ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ നമുക്ക് ഈ ഒരു ഫുഡൊക്കെ സമുദ്ര റെസ്റ്റോറൻറ്റ് എന്നായിരുന്നു കേട്ടോ നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എൻ്റെ അമ്മയൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. അമ്മയും 5 മിനിറ്റ് എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ഇവിടെയും ബൊഫേ സിസ്റ്റമാണ്. ബൊഫേ സിസ്റ്റം പറഞ്ഞാൽ നല്ല രസം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഫുഡ് മേടിച്ചാൽ മതി. ഫുഡൊന്നും വേസ്റ്റ് ആക്കണ്ട. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടുത്തെ ദോശ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും തലേന്നും ഇന്നൊക്കെ ദോശ തന്നെ കഴിച്ചത് കേട്ടോ. നേന്ത്രപ്പഴം, പുട്ട്, നൂൽപുട്ട് എല്ലാ അപ്പങ്ങളും ഉണ്ടായിരുന്നു. അതൊരു വേറെ രസമാണ് കേട്ടോ. ഡേ 2 ആയപ്പോഴേക്കും എല്ലാവരും നല്ല പരിചയമായി. പിന്നെ ഭയങ്കര രസമായിരുന്നു. ഈ ബിജു എന്ന ചേട്ടൻ നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ചേട്ടന്മാരും നന്നായി പാടാന്നുണ്ടായിരുന്നു. ഞങ്ങൾ ബസ്സിൽ എൻജോയ് ചെയ്തു. നമ്മൾ മൈസൂർ സിൽക്സിലേക്കാണ് വന്നിട്ടുള്ളത് ഗൈസ്. ഇതാണത്. നമ്മൾ മൈസൂർ പാക്ക് മേടിക്കാൻ പോവുകയാണ്. ഈ ഷോപ്പിലോട്ട് വരൂ വരൂ വരൂ. മൈസൂർ പാക്കിനെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഒരു നല്ല അടിപൊളി, കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ എല്ലാതും തരും. മൈസൂർ പാക്കിൻ്റെ ഐറ്റംസ് ഭയങ്കര ടേസ്റ്റ്. വായിലിട്ടാൽ തന്നെ നമ്മുടെ മൈസൂർ പാക്ക് അലിഞ്ഞ് പോവായിരുന്നേ. അപ്പോൾ ആ മൈസൂർ പാക്കൊക്കെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് മേടിക്കാം. അപ്പോൾ കാലിനൊക്കെ തന്നെ ഇവിടെ 300 രൂപ ഉണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് അതിനേക്കാൾ അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ മൈസൂർ പാക്കും ഞാൻ ടേസ്റ്റ് നോക്കി കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു സൈഡിൽ ചോക്ലേറ്റിൻ്റെ ഒരു സംഭവം തന്നെയായിരുന്നു. ഇത് മാത്രം ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ തരില്ല. മൈസൂർ പാക്ക് മാത്രമേ ടേസ്റ്റ് ചെയ്യാൻ തരുള്ളൂ. ഇതിനും 1/4 കിലോന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 400-500 ഒക്കെ ഉണ്ട്. അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പോകുന്നത് ചാമുണ്ഡി ഹിൽസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയ ടെമ്പിൾ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടാണ് അടുത്തൊരു ട്രിപ്പ്. ഇതൊരു ഹില്ലായതുകൊണ്ട് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ ഓരോ വീടുകളും ഫ്ലാറ്റുകളൊക്കെ ആണ്. ഈ വെള്ള കാണുന്നത് നമ്മുടെ ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ നമ്മുടെ ബസ്സിലത്തെ സാരഥിമാരാണ് കേട്ടോ. നല്ലൊരു കമ്പനിയായിരുന്നു. അവർ നമുക്ക് എല്ലാ സപ്പോർട്ടും നല്ല ഹെൽപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സാരഥിമാർ. അങ്ങനെ ഞങ്ങൾ ചാമുണ്ഡി ഹിൽസിലോട്ട് നടന്നു പോവുകയാണേ. ചാമുണ്ഡി ടെമ്പിളിലേക്ക് പോവുകയാണ്. ഇത് റീൽസിന്റെ ഹാങ് ഓവർ കഴിഞ്ഞിട്ടില്ല ഗൈസ്. റീൽസിന്റെ ഉണ്ണിക്കുട്ടൻ ആരും പ്രതീക്ഷിക്കണ്ട. ഉണ്ണിക്കുട്ടൻ ബാക്കിലുണ്ട്. അവനെ ഞങ്ങൾ മിസ്സാക്കി. അതെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ വീഡിയോയിലുള്ളത്. അതെ, അവരവന്റെ ലോകത്ത് കൂടെ പറഞ്ഞു ഞങ്ങളുടെ ലോകത്ത് കൂടി. മനസ്സ് വെച്ചാ നമ്മ ഓരസിക്കല്ലാം ജിഗി ജിഗി ജാ. എൻ്റെ ഒരു പൊന്നോ, ഈ ഒരു ട്രിപ്പൊന്നും പറയണ്ട കേട്ടോ. നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും നമ്മുടെ ചാമുണ്ഡി ഹിൽസ് എത്തി. അമ്പലമാണ് കേട്ടോ. ഭയങ്കര തിരക്കുണ്ട്. ചെല്ലുമ്പോൾ നമ്മൾ ഉള്ളിലോട്ടൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ നടന്നില്ല. ഭയങ്കര തിരക്കായിരുന്നു. പുറത്ത് നിന്നിട്ട് ഒരാൾ ഇങ്ങനെ എന്തോ പ്രസാദമൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ തരുന്നുണ്ടായിരുന്നു. പൈസ കൊടുത്തവർക്ക് കുറിയൊക്കെ തൊട്ട് ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പൈസ ഉണ്ടേക്കാളും മുന്നേ നമുക്ക് വേഗം ചന്ദനമൊക്കെ ഇട്ടുന്നുണ്ട്. ഞങ്ങൾ വല്ല എന്തോ ഒരു ലുക്കായി എന്ന് പറയില്ലേ, അതുപോലെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ച് പുറത്തു നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോന്നേ. വരുമ്പോൾ തന്നെ കുറച്ച് കടകൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗിൻ്റെ കുറച്ച് നമ്മൾ വില പേശുന്ന അനുസരിച്ച് നമുക്ക് ബാഗുകളുടെ റേറ്റ് ഒക്കെ കുറഞ്ഞു കിട്ടും. 100 രൂപയുടെ ആയാലും 300 രൂപയുടെ 500 രൂപയുടെ ഒക്കെ ബാഗുണ്ട്. നമ്മളത് നന്നായിട്ട്, ഇവരൊക്കെ കന്നഡയാണ്. ഞങ്ങൾ എന്തൊക്കെയോ തമിഴും ഇംഗ്ലീഷൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ബാഗൊക്കെ പർച്ചേസ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർ നമുക്ക് കുറച്ച് കന്നഡ പഠിപ്പിച്ചു തന്നു. അതിലൊന്നാണ് ബേക്കു. ഇഷ്ടമായി എന്നാണ് കേട്ടോ അവർ പറഞ്ഞു തന്നത്. അങ്ങനെ ആ ബാഗൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് പോയി. ഇറങ്ങി വരുന്നതും നമ്മുടെ ഉണ്ണിക്കുട്ടൻ. അമ്മ എന്തൊക്കെയോ മേടിച്ച് വരുന്നുണ്ടല്ലോ എന്ന് മൈൻഡാണ്. ഈ ഒരു ടീമിൻ്റെ കൂടെയായിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഉണ്ടായിരുന്നത്. കാരണം അതൊക്കെ നമ്മുടെ കൂടെ ട്രിപ്പിനുണ്ടായിരുന്ന ആൾക്കാരാണ്. പിന്നെ ഉണ്ണിക്കുട്ടൻ എൻ്റെ അടുത്ത് മാറിയില്ല. ഇനി അവനൊന്നും കിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സൂ ആണ് കേട്ടോ. അത് നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നില്ല, ഒരുപാട് ലെങ്ത് ആവും വിചാരിച്ചിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.